ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ധാവണിയുടെ ഹാൻഡ് വർക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ധാവണി സെറ്റ്. അതിൻ്റെ ബ്ലൗസ് ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ നെക്ക് ഡിസൈൻ ഈ ഒരു വീഡിയോയിലും പിന്നെ സ്ലീവിൻ്റെ ഡിസൈൻ വേറൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 3 days കൊണ്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു വർക്ക്, സ്ലീവിൻ്റെയും നെക്കിൻ്റെയും കൂടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ബീഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഗോൾഡൻ്റെ A-Star ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ നെൽക്കതിര് പോലത്തെ ഇങ്ങനെ ബഞ്ച് ബീഡാണ്, ആ ഒരു ഷേപ്പിൽ വരുന്ന ബഞ്ച് ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സീക്വൻസ് ആണ്, മിനാറാണ് ബ്രാൻഡ് വന്നിട്ട് സീക്വൻസിൻ്റെ. പിന്നെ 3mm ബീഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ സെറി ത്രെഡ് വെച്ചിട്ട് 2 ലൈൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഓൾമോസ്റ്റ് നമ്മൾ 1 സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിലെ വർക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മൾ ആദ്യം 1-2 ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ബാക്കിലേക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1-2 കമൻറ്റ്സ് കണ്ടായിരുന്നു ക്ലിയർ അല്ല എന്ന് വീഡിയോയിൽ. പക്ഷേ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ആരി വർക്കിനെ പറ്റി ഒരു ഐഡിയയും നമുക്കില്ലാത്തപ്പോൾ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാവില്ല. മെയിനായിട്ട് ആരി വർക്കിലെ മെയിൻ സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ആരി വർക്ക് കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ വീഡിയോ കണ്ട് മനസ്സിലാക്കി പിന്നെ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ടൊക്കെയാണ് ഈ ആരി വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഷുഗർ ബീഡാണ് കേട്ടോ. ഷുഗർ ബീഡ് നമ്മൾ ഒരു ലൈൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ ഷേപ്പ് വരുന്ന എക്സാക്റ്റ് വരുന്ന ഒരു നെൽക്കതിര് പോലെയാണ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ 3mm ബഞ്ച് ബീഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതായത് എനിക്ക് തോന്നുന്നു ഒരു 12 ലെയർ എന്തോണം നമുക്ക് കിട്ടുക ഒരു സെറ്റിൽ വരുമ്പോൾ. അപ്പോൾ ആ 12 ലെയർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. 12 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ മിക്കവാറും വാങ്ങിക്കുന്നത് ഓരോന്നായിട്ടല്ല. ഷോപ്പിലൊക്കെ ഒരു ലെയറിന് 7 രൂപ 5 രൂപ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. അത് സൈസ് അനുസരിച്ചിട്ട് മാറ്റം വരും. പക്ഷെ ഞാൻ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബഞ്ചിൽ 5 ലെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെക്ക് ചെയ്തത് വിട്ടുപോയിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. അത്യാവശ്യം നമുക്ക് കുറേയും കിട്ടും. അതായത് 65 രൂപ എന്തോ ആണ് നമുക്ക് വരുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ. നമുക്ക് വന്നത് അതായത് 5 ലെയറാണ്. 5 ലെയർ മീൻസ് ഒരു ലെയർ സെറ്റിൽ 12 ബീഡ്സ് 12 ലെയർ വരും. അങ്ങനെ നമുക്ക് ടോട്ടലി 5x12 വെച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 60 ലെയറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു ലെയറിന് നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ 1 രൂപ സംതിങ് എന്തോ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ 3mm തന്നെ 7 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് കിട്ടുക. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം, ഷോപ്പുകാർക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ അരി വർക്ക് ചെയ്യുന്നവർക്ക് ഹോൾസെയിലായിട്ട്. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യണം മാത്രമേ ഉള്ളൂ. നമുക്ക് കണ്ടിന്യൂസ് വർക്ക് വരാണെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും വാങ്ങിച്ച് വെക്കാം, അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ആയിട്ട് പോകും. കുറച്ച് ആൾ കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങിച്ച് വെക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെ വർക്ക് ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലെയർ മീൻസ് ആ ഒരു സെറ്റായിട്ട് 65 രൂപ കൊടുത്തിട്ട് നമുക്കൊരു 5 ബഞ്ചാണ്. 5 ബഞ്ച്, അതാണ് ബഞ്ച് എന്ന് പറയുന്നത്. 5 ബഞ്ചായിട്ട് ആ ഒരു ബഞ്ചിലാണ് നമുക്ക് 12 ലെയർ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങിച്ച് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഈ ഒരു നെൽക്കതിരുണ്ട്, അതിനെന്തോ 110 അങ്ങനെ എന്തോ ആയിരുന്നു. കാരണം സൈസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. 3mm ബീഡിനാണ് 65. ഞാൻ എറണാകുളത്ത് ബ്രോഡ്വേ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഏത് ഷോപ്പാണ്, അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒക്കെ കാണാം. പിന്നെ കൂടുതലും ഞാൻ ചാനലിൽ ഇങ്ങനത്തെ ആരി വർക്ക് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ എൻ്റെ കുറച്ച് മൊമെൻറ്റ്സും കൂടി ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഈ ആരി നീഡിലിനെ പറ്റി കുറച്ച് പേര് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് നമ്പറാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ അയൺ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സെറി ത്രെഡ് ചെയ്യാനായിട്ട് തുളിപ്പിൻ്റെ നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. തുളിപ്പിൻ്റെ നീഡിൽ വന്നിട്ട് 12 യൂസ് ചെയ്യുന്നുണ്ട്, 24, 23 യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നോർമലി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അയൺ നീഡിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബീഡ്സ് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തുളിപ്പിൻ്റെ നീഡിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അയൺ നീഡിൽ യൂസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ത്രെഡിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോർമൽ സ്വിങ് നമ്മുടെ തയ്ക്കുന്ന നൂലിട്ടിട്ട് തന്നെയാണ് ആരി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഗോൾഡൻ ആണ് സെറി ത്രെഡ്. ആ ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൗസ് തയ്ക്കുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടി നീറ്റായിട്ട് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ബോർഡർ പോലെ നിൽക്കുന്ന കാരണം നമുക്ക് അവിടെ തയ്ക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ക്രോസ് പീസൊക്കെ പിടിപ്പിക്കുമല്ലോ. ബ്ലൗസ് നോർമലി നമ്മൾ ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കാമല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു അരി വർക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ആ ഒരു 3 ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഷുഗർ ബീഡ്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു നെൽക്കതിരിൻ്റെ ഷേപ്പിലുള്ള ബീഡും പിന്നെ ഒരു ലെയർ ഷുഗർ ബീഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നോർമൽ നീഡിൽ ഈ സെയിം
നെൽക്കതിൻ്റെ ഷേപ്പിലുള്ള ബീഡും സീക്വൻസ് ഇട്ടിട്ട് അങ്ങനെ മൂന്ന് രീതിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് 2 സൈഡിലേക്ക് കുത്തിയെടുത്തിട്ട് സെൻറ്ററിൽ അതിനോട് കുറച്ചും കൂടി ഇറക്കം കൂടുതൽ, അതായത് സെൻറ്ററിൽ കുത്തുമ്പോൾ പൊടിക്കും കൂടി താഴേക്ക് ഇറക്കിയിട്ട് കുത്തിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ വീഡിയോയിൽ കാണുമ്പോൾ വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്യാവശ്യം സ്ലോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിലാണ് തോന്നുന്നു ഒരു സിമ്പിളായിട്ടൊരു ബ്ലൗസ് ഡിസൈനിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിലും ഒന്നും മനസ്സിലാവണില്ല എന്ന് കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ, കുറച്ച് ക്ഷമയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ തീർക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. എനിക്ക് ടൈം തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 1 ഡേയിലാണെന്ന് തോന്നുന്നു ഈ നെക്കും പിന്നെ സ്ലീവും മൊത്തം 3 ദിവസം കൊണ്ടാണ്. കാരണം കണ്ടിന്യൂസ് ഇരിക്കാറില്ല. കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീരും. പക്ഷേ കണ്ടിന്യൂസ് ഇരിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം എടുത്താണ് ഈ വർക്ക് തീർക്കാൻ പറ്റാറ്. ഏകദേശം ഒരു 3 ദിവസത്തോളം നമ്മൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 3 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു നെൽക്കതിരിൻ്റെ ഷേപ്പിലുള്ള ബീഡും സീക്വൻസും ആണ്. അത് നമ്മൾ ഓപ്പോസിറ്റായിട്ട് 2 സൈഡിലേക്കും കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ കുറച്ചും കൂടി നമ്മൾ ആദ്യം എവിടെയാണ് 2 സൈഡിൽ ആ ഒരു പോയിന്റ് കൊടുത്തത്, അത് കുത്തിയെടുക്കുന്നത് കൊടുത്തത് അതിന് നേരെ ഒരു പോയിന്റ് കൂടി താത്തിയാണ് സെൻറ്ററിൽ കൊടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു ഡിസൈൻ വരിക. ഇതിൽ സീക്വൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിലവർ അവിടെ ബീഡ്സ് യൂസ് ചെയ്യും. ഇതുപോലെ തന്നെ ട്യൂബ് ബീഡ്സ് വെച്ചിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ട്യൂബ് ബീഡാകുമ്പോൾ കുറച്ച് ഒറ്റ ബീഡ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3mm സെൻറ്ററിൽ കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ കവർ ചെയ്തെടുക്കുകയാണ് ഷുഗർ ബീഡ് വെച്ചിട്ട്. ഷുഗർ ബീഡിൻ്റെ ബ്രാൻഡ് വന്നിട്ട് A-Star ആണ്. A-Star അത്യാവശ്യം കുറച്ച് നാളൊക്കെ നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ബീഡാണ്. പെർ പാക്കറ്റ് 450 ഗ്രാമിന് 180-190 ആണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ എൻ്റെ നിന്ന് അവർ വാങ്ങിച്ചത് 190 ആണ്. 180 ആയിരുന്നു അതിന് മുന്നേ വാങ്ങിച്ചിരുന്നത്. പിന്നെ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര റേറ്റാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈനും കൂടി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മഴയുള്ള കാരണം ചിലപ്പോൾ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് ഒക്കെ കാണാം. പിന്നെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവിലും നെക്കിൻ്റെ ഏരിയയിലും റെഡ് ആൻഡ് ഗ്രീൻ ആഡ് ചെയ്യുന്നുണ്ട് ബീഡ്സ്. അതും 3mm സൈസാണ് വരുന്നത്. അത് ഞാനിവിടെ ലോക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടാവും വർക്ക് കാണാനായിട്ട്. നമ്മൾ ആ ഒരു ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.